ഒരു ലീഡർ ആവുക അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് നയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയവും ഒരുപാട് എനർജിയും വേണ്ട ഒരു കാര്യമാണ്. അവരൊരു പ്രസ്ഥാനത്തെ, തങ്ങളുടെ കൂടെയുള്ള ഒരു ടീമിനെ ഒരു ദിശയിൽ നയിക്കുന്നു. ഇതൊരു തിരക്കിട്ട ജോലിയാണ്, ഒരുപാട് കഴിവും എക്സ്പീരിയൻസും വേണ്ട കാര്യമാണ്. പക്ഷേ ഈ ലീഡേഴ്സ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർ വളർത്തിയെടുത്തിട്ടുള്ള ശീലങ്ങളും സ്കിൽസും എന്താണ്? അൺസ്പ്ലാഷ്, വില്യം പെൻഡേഴ്സ്, സേഫ് ഗ്രാഫ് എന്നിങ്ങനെയുള്ള ഉയർന്നു വരുന്ന ചില പുതിയ കമ്പനികളുടെ സിഇഒസ് നമുക്ക് പറഞ്ഞു തരുന്ന ചില സീക്രട്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, സ്പെൻഡ് ടൈം ഇൻ ദ റൈറ്റ് തിങ്സ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് പരിധികളുണ്ട്. നമ്മുടെ സമയത്തിന് പരിധികളുണ്ട്, നമ്മുടെ തലച്ചോറിൻ്റെ കഴിവുകൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും കൈയിടാതെ നമ്മൾ എവിടെയാണ് സമയം ചെലവഴിക്കേണ്ടത് എന്ന് കൃത്യമായ ബോധമുണ്ടായിരിക്കുക. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, എന്തിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്, എന്ത് കാര്യത്തിലാണ് വർക്ക് ചെയ്യേണ്ടത്, ഇത് കൃത്യമായി മനസ്സിലാക്കി അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലരും പല ടാസ്കുകളിൽ ഒരുമിച്ച് കൈയിടാൻ പോകുന്നത് കൊണ്ടാണ് ഒന്നും തീർക്കാൻ പറ്റാതെ വരുന്നത്. നിങ്ങൾ എന്തിലാണോ മാസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലായിരിക്കണം നിങ്ങളുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങളുടെ ഫോക്കസിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾ ഇടേണ്ടത്. ഈ സിഇഒസ് അവർ കൈയിടേണ്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ, അവർ ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യമായ ഫോക്കസ് വെച്ച് അതിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ കാര്യം, കിക്ക് ദ മൊമെൻറ്റം ഇൻ ദ മോർണിംഗ്. അതായത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ അലസമായിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ അലസമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവരെല്ലാവരും തന്നെ രാവിലത്തെ സമയത്തെ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് പുഷ് ചെയ്യുന്നവരാണ്. ഇത് ആ ദിവസം മുഴുവനും ആ എനർജി കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആ ദിവസം മുഴുവൻ ഒരു കോൺഫിഡൻസ് ലെവല് ഈ ഒരു ശീലം ഉയർത്തി വയ്ക്കും. കാരണം നമുക്കെല്ലാം ഇപ്പോഴും പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇനേർഷ്യയുണ്ട്, നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു റെസിസ്റ്റൻസ്. ഈ ഇനേർഷ്യയെ നമ്മൾ അതിജീവിക്കുക എന്നുള്ളതാണ്. ഉറക്കത്തിൽ നിന്ന് നമ്മൾ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഒരു ഇനേർഷ്യയുണ്ട്, ചെയ്യാനൊരു ചെറിയ മടിയുണ്ട്. ഈ കൂട്ടർ അതിനെ ആദ്യം അതിജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഓവർകം ദി ഇനേർഷ്യ ഇൻ ദ ഫസ്റ്റ് അവേഴ്സ്. അതാണ് ഇവർ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഇതെല്ലായിടത്തും പറയുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും കുറച്ച് കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്നതും ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതുമെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. നമ്മുടെ ശരീരമാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുക, കൊണ്ടു നടക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിലൂടെ നമുക്ക് ഫ്രീ പോസിറ്റിവിറ്റി കിട്ടുന്നു, ഫ്രീ ആയിട്ടൊരു എനർജി കിട്ടുകയാണ്. നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് നമ്മൾ നന്നായി കീപ്പ് ചെയ്യുമ്പോൾ, ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. ഒരു ഫ്രീ പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നു. പലപ്പോഴും നമ്മുടെ മൂഡ് പോകുന്നത്, നമ്മൾ ലേസി ആയി പോകുന്നത് നമ്മുടെ ബോഡി കാരണമാണ്. ബോഡി പലപ്പോഴും മൂഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഗുഡ് ബോഡി ഗിവ്സ് എ ഗുഡ് മൂഡ്. നാലാമത്തെ കാര്യം, റൈറ്റ് എവറിത്തിങ് ഡൗൺ. പലരും തലയിൽ മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ക്ലാരിറ്റി വേണമെങ്കിൽ പേപ്പറിൽ എഴുതി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. നമുക്കൊരു ചിന്തയോ നമുക്കൊരു ആശയമോ ഉണ്ടെങ്കിൽ അത് പേപ്പറിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനൊരു സ്ട്രക്ചർ കൊടുക്കാൻ നമുക്ക് കഴിയുന്നത്, അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ നമുക്ക് കഴിയുന്നത്. കാരണം എഴുതുമ്പോൾ നമ്മുടെ തലയിൽ കിടക്കുന്ന ഒരു ആശയത്തെ നമ്മൾ മെറ്റീരിയലായി ഒരു യാഥാർത്ഥ്യമായി മാറ്റുകയാണ്. പിന്നെ നമുക്കതിൽ നോക്കി അതിൽ ശരി എന്താണ്, അതിലെ തെറ്റെന്താണ്, എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നെല്ലാം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അവർ എന്തെല്ലാം ചെയ്യണമെന്ന് എഴുതുന്നു, അവരുടെ ആശയങ്ങൾ എഴുതുന്നു, അവരുടെ എക്സ്പീരിയൻസ് എഴുതുന്നു. റൈറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അഞ്ചാമത്തെ കാര്യം, സ്റ്റേ അവേ ഫ്രം ഡിസ്ട്രാക്ഷൻസ്. ഇവർക്ക് ഫോക്കസിൻ്റെ വില അറിയാവുന്നവരാണ്. വർക്ക് ടൈമിൽ ഇവർ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റിവെക്കുന്നു. നോട്ടിഫിക്കേഷൻസ്, ഫോണ്, സോഷ്യൽ മീഡിയ, ഡിസ്റ്റർബിംഗ് ന്യൂസ്, ഇതെല്ലാം ഇവർ മാറ്റിവെക്കുന്നു. അവരുടെ വർക്കിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ആറാമത്തെ കാര്യമാണ്, ലേൺ ടു സേ നോ. ഒരു ലീഡർ ആയിരിക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വരും, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. എല്ലാവർക്കും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. ഇവിടെ നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനിരുന്നാൽ, എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ നിന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നമ്മൾ നോ പറയാൻ പഠിക്കണം. ഇത് അവരോട് ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളോടും നോ പറയാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പുതിയ യൂട്യൂബ് വീഡിയോ റിലീസായി നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ സിനിമയുടെ ട്രെയിലർ വന്ന കാര്യം നമ്മൾ അറിയുന്നത്. അതിനോടെല്ലാം തൽക്കാലം ഒരു നോ പറയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജിമ്മിൽ പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും ഒരു കൂട്ടുകാരൻ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകാം അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് നമ്മുടെ ഫുൾ താളം തെറ്റിക്കും. അതുകൊണ്ട് ജസ്റ്റ് സേ നോ. എല്ലാത്തിനും ചാടിക്കേറി നോ പറയണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഡിസേൺമെൻറ്റിൻ്റെ പ്രോസസ്സാണ്. ഏതിനോടാണ് യെസ് പറയേണ്ടത്, ഏതിനോടാണ് നോ പറയേണ്ടത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഏഴാമത്തെ കാര്യം, എൻജോയ് ഇറ്റ് ലൈക്ക് എ ഗെയിം. കാരണം നമ്മൾ ഒരു കാര്യം എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിനകത്ത് ഹാർഡ് വർക്ക് ഇടുന്നതിൽ, ഇൻവോൾവ് ആകുന്നതിൽ എപ്പോഴും പരിധി കാണും.
അതുകൊണ്ട് ആ കാര്യം ആസ്വദിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം എഴുതുകയാണെങ്കിൽ, ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ എത്രമാത്രം അതിൽ ഇൻവോൾവ് ആകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കളി പോലെ നമുക്കത് ആസ്വദിക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അവരുടെ അനുഭവങ്ങളിൽ നിന്ന്, അവരുടെ പഠനങ്ങളിൽ നിന്ന് ഈ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഓരോ ദിവസവും ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശീലിക്കാൻ ശ്രമിക്കാം, ഫോക്കസ് കൊണ്ടുവരാം, രാവിലെ എഴുന്നേക്കാൻ ശ്രമിക്കാം, ഓരോ ദിവസവും നമുക്ക് വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ബിക്കോസ് വെൻ യു സ്റ്റോപ്പ് ലേണിംഗ് യു സ്റ്റോപ്പ് ഗ്രോയിങ്. ഇൻസ്പയറിംഗ് ഫ്രീക്ക്.